ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ഫുഡ് ഈസ് ബൈ ജോസ്ന. ഇന്നും ഞാനൊരു LCHF റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, LCHF ഡയറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നോർമൽ റൈസ് കഴിക്കാൻ പറ്റില്ല. അതിനു പകരമായി ഈ ഡയറ്റ് ചെയ്യുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു റൈസ് റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഈ റൈസ് ഉണ്ടാക്കുന്നത് കോളിഫ്ലവർ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റൈസ് ഉണ്ടാക്കുന്നതെന്ന് വിശദമായി കാണാം. ഈ റെസിപ്പിയുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കോളിഫ്ലവർ ആണ്. ഞാനിവിടെ 350 ഗ്രാം കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ആദ്യം തന്നെ ഈ കോളിഫ്ലവറിൻ്റെ കട്ടിയുള്ള തണ്ട്, പിന്നെ ചിലപ്പോൾ ഇലയൊക്കെ ഉണ്ടാവും, അതൊക്കെ റിമൂവ് ചെയ്ത് കളയാം. അതിനുശേഷം ഞാനതിനെ സ്മോൾ ടു മീഡിയം പീസസ് ആയിട്ട് കട്ട് ചെയ്തു. ഞാൻ ഈ കോളിഫ്ലവറൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് 2 ലിറ്ററോളം വെള്ളം എടുക്കാം. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ പീസസൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് നല്ല വെള്ളത്തിൽ കഴുകാം. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി വെക്കാം. കോളിഫ്ലവറിൽ ചിലപ്പോൾ ചെറിയ കീടങ്ങളും പിന്നെ ചെളിയോ മണ്ണോ ഒക്കെ ഉണ്ടാവും. അതൊക്കെ പോകാനായിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഞാൻ നോർമൽ ഏത് വെജിറ്റബിൾ പുറത്തുനിന്ന് വാങ്ങിയാലും ഇങ്ങനെ ചെയ്തിട്ടേ ഫുഡ് ഉണ്ടാക്കാൻ ഉപയോഗിക്കാറുള്ളൂ. മഞ്ഞളിനൊരു ആൻറ്റിസെപ്റ്റിക് എഫക്റ്റും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് അണുനശീകരണത്തിനും കൂടി ഉപയോഗിക്കാൻ പറ്റും. 3 വിധത്തിൽ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ മാർഗം എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് മാനുവലി നമുക്ക് കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്ത് എടുക്കാം. ഈ ഒരു മെത്തേഡിൽ റൈസ് ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി സമയം എടുക്കും. രണ്ടാമതായി നമുക്കൊരു മിക്സർ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ട് കോളിഫ്ലവർ പീസസൊക്കെ കട്ട് ചെയ്തിട്ട് എടുക്കാം. വെള്ളം ഒന്നും ചേർക്കാതെ വേണം പൊടിച്ചെടുക്കാൻ. കുറച്ചിട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിലൂടെ നമുക്ക് വളരെ ഫൈനായിട്ട് കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തേതും വളരെ ഈസിയുമായിട്ടുള്ളൊരു മെത്തേഡാണ് ഒരു ഫുഡ് പ്രോസസ്സർ ഉപയോഗിക്കുക എന്നുള്ളത്. ഇതിൽ വിത്തിൻ സെക്കൻഡ്സ് നിങ്ങൾക്ക് കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എനിക്ക് കുറച്ചും കൂടി നീളമുള്ള ടൈപ്പ് റൈസ് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ മീഡിയം ഗ്രേറ്റർ ഓപ്ഷൻ ഇതിൽ ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫൈനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കട്ടിംഗ് ഓപ്ഷനോ അല്ലെങ്കിൽ സ്മോൾ ഗ്രേറ്റർ ഓപ്ഷനോ ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ഫുഡ് പ്രോസസ്സർ വീട്ടിലുണ്ടാവുന്നത് നല്ലതാണ്. അത് നമ്മുടെ പണിയൊക്കെ എളുപ്പമാക്കും. ഫുഡ് പ്രോസസ്സർ ഇല്ലെങ്കിൽ സാരമില്ല കേട്ടോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ബാക്കി 2 വഴികൾ ഉപയോഗിച്ചിട്ടും ഈ റൈസ് ഉണ്ടാക്കാവുന്നതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയുടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും മുകളിൽ ഐക്കാർഡിലും കൊടുക്കാം. എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മൾ കോളിഫ്ലവർ ഗ്രേറ്റ് ചെയ്തെടുത്തതെന്ന്, അതും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ. നിങ്ങൾ LCHF അല്ലെങ്കിൽ കീറ്റോ ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാത്ത ആളാണെങ്കിലും നിങ്ങൾക്ക് ഈ റൈസ് നിങ്ങളുടെ ഫുഡിൻ്റെ കൂടെ ഉൾപ്പെടുത്താവുന്നതാണ്. കാരണം ഇത് വളരെ ന്യൂട്രീഷണൽ വാല്യൂ കൂടുതലുള്ള ഒരു റൈസാണ്. ഈ റൈസ് നിങ്ങൾക്ക് ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എല്ലാം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കൊരു പാന് ചൂടാക്കാം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിലേക്ക് കോളിഫ്ലവർ കുക്ക് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ആദ്യം ഒരു 100 ml വെള്ളമാണ് ഒഴിക്കുന്നത്. അതിനുശേഷം മീഡിയം തീയിൽ അത് കുക്ക് ചെയ്യാം. ഈ റൈസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബട്ടറിൽ കുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് വെള്ളം മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാനിവിടെ നോർമൽ റൈസ് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. എനിക്കിത്തിരി വെള്ളം ഇതിൽ കുറവാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കോളിഫ്ലവർ റൈസ് LCHF ഡയറ്റ് ചെയ്യുന്നവർക്കൊരു അനുഗ്രഹമാണ്. നമുക്ക് റൈസ് കഴിക്കാൻ പറ്റുന്നില്ല എന്ന പരാതി ഈ റെസിപ്പിയിലൂടെ മാറിക്കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റി ആയൊരു റൈസ് റെസിപ്പിയാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. അങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ റൈസ് കുക്കായി കിട്ടും.
എല്ലാ കോളിഫ്ലവറും നന്നായി മിക്സ് ചെയ്യുക. പിന്നീട് അത് സ്പൂൺ കൊണ്ട് പരത്തി കൊടുക്കുക. അങ്ങനെയാണ് അത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിതിൽ ചേർത്തിട്ടില്ല. അതൊന്നും ചേർക്കാതെ തന്നെ ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ നോർമലായി കഴിക്കുന്ന വൈറ്റ് റൈസിനേക്കാളും എത്രയോ ഗുണം ഈ കോളിഫ്ലവർ റൈസിനുണ്ട്. കാരണം ഇതിൽ വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റേ അടങ്ങിയിട്ടുള്ളൂ. അതായത് 1 കപ്പ് കോളിഫ്ലവർ റൈസിൽ 5 ഗ്രാം കാർബോഹൈഡ്രേറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ 1 കപ്പ് വൈറ്റ് റൈസിൽ ഏകദേശം 28 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കൂടാതെ ഇതിൽ ഫൈബറും കൂടുതലാണ് വൈറ്റ് റൈസിനേക്കാളും. കോളിഫ്ലവർ റൈസിൽ 3 ഗ്രാം ഫൈബർ ഉണ്ട്. വൈറ്റ് റൈസിൽ അത് 0.4 ഉള്ളൂ. ഇവിടെ കോളിഫ്ലവർക്ക് നന്നായി സോഫ്റ്റായി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ മുഴുവനായി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എത്ര അടിപൊളിയായിട്ടാണ് നമുക്ക് കോളിഫ്ലവർ റൈസിൻ്റെ ടെക്സ്ചർ കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഒരു റൈസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് അതുള്ളത്. നോർമൽ റൈസ് കുക്ക് ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം വേണം അല്ലേ? പക്ഷേ ഈ കോളിഫ്ലവർ റൈസ് കുക്ക് ചെയ്യാൻ വളരെ കുറച്ച് സമയം മതി. കൂടാതെ ഈ റൈസ് കൊണ്ട് നിങ്ങൾക്ക് കോക്കനട്ട് റൈസ്, പിന്നെ ഫ്രൈഡ് റൈസ് ഇവയൊക്കെ തയ്യാറാക്കാൻ പറ്റും. LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള ഏത് LCHF കറിയുടെ കൂടെയും ഈ റൈസ് കഴിക്കാം. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. കൂടാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ റെസിപ്പി ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ പുതിയൊരു LCHF റെസിപ്പിയുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.